ഹായ് ഫ്രണ്ട്സ്, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ശ്രീമാൻ ശശി തരൂരിന്റെ വാക്കുകളാണ്. മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുവാനായി കോൺഗ്രസ് നൽകിയ 5 പേരുടെ ലിസ്റ്റിൽ ശ്രീമാൻ ശശി തരൂർ ഇല്ലായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് ലിസ്റ്റില് ഒന്നാമനായി കാണപ്പെടേണ്ട വ്യക്തിയാണ്, ഒരു സംശയവും വേണ്ട, ശ്രീമാൻ ശശി തരൂർ. മറ്റു രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ഭാഷയിൽ അവഗാഹമേ പാണ്ഡിത്യമുള്ള മറ്റൊരാളുമില്ല തന്നെ. അതിലുപരി UN-ലൊക്കെ ദീർഘനാൾ വർക്ക് ചെയ്യുകയും ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വിശ്വപൗരനായി കണക്കാക്കപ്പെടുന്ന ശ്രീമാൻ ശശി തരൂർ പോയില്ലെങ്കിൽ പിന്നെ ആരാണ് പോവേണ്ടത്? ഇത്തരം കാര്യങ്ങളിൽ സംഗീത മനസ്സിനെ മാറ്റിവെച്ച് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ടതാണ്. അതിന് കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത. കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യം നട്ടെല്ലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന നേതാക്കന്മാരെ അല്ല, മറിച്ച് ആജ്ഞാനുവർത്തികളെ, റബ്ബർ സ്റ്റാമ്പുകളെയാണ്. അതിൽ BJP മോശമൊന്നുമല്ല, എങ്കിൽ പോലും ഇത്തരം ഒരു അവസരത്തിൽ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രാഗൽഭ്യമുള്ളവരെ പറഞ്ഞു വിടേണ്ടിയിരുന്നു. അക്കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചത് തീർച്ചയായും അക്ഷന്തവ്യമായ അപരാധം ഞാൻ പറയും. കാരണം അദ്ദേഹത്തിന്റെ വാക്കിൽ കടമെടുത്താൽ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യപ്പെട്ടു, ഞാൻ പോകുന്നു, അദ്ദേഹം പറഞ്ഞു. അത് തന്നെയാണ് ശരി.